മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചില പ്രസ്താവനകളൊക്കെ നമ്മളിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടി ഒരു പാർട്ടി ജയിക്കാനുള്ള കാരണം അതിൽ SDP പിന്തുണച്ചിട്ടാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ എത്രത്തോളം വാസ്തവമാണ്, അതല്ലെങ്കിൽ അതിൽ എല്ലാ അർത്ഥം ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഇവരാകുന്നു എന്ന ഒരു നരേറ്റീവ് അതിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രിയൊക്കെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പ്രസംഗിക്കുമ്പോഴും പത്രസമ്മേളനത്തിലും പ്രതികരിക്കുമ്പോഴും അവർ അവിടെ എല്ലാ പ്രധാന നേതാക്കന്മാരും ഇവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടിയ ഈ ഭൂരിപക്ഷം ഇത്രയും 10,000-കണക്കിന് വോട്ടുകളും ഇതാണെന്ന് പറയുമ്പോൾ ഇവരാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവർ അപരവൽക്കരിക്കുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വലിയ വിഭാഗം ഇവിടെ ഒരു വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആരുടെ കൂടെയാണ്? ഇവരെ കൂടെയാണ്, അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ജയിക്കാൻ മാത്രം വലിയൊരു ശക്തിയാണ് ഇവർ. യഥാർത്ഥത്തിൽ പാലക്കാട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടുത്ത് പരിശോധിച്ചാലും അവർ തന്നെ പറയില്ലാത്തവർക്ക് അത്ര മെമ്പർമാരുണ്ട് എന്നുള്ളത്, അനുയായികളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിന് വെറുതെ ആവശ്യമില്ലാതെ ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യേണ്ടതില്ല, പർവ്വതീകരിക്കുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ, അവരർഹിക്കുന്നതിലധികം വിസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ SDP എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ നിരോധിച്ചു. ആ നിരോധിച്ചതിന് ശേഷം അവർ ശരിക്കും വിസിബിൾ അല്ല. എപ്പോഴെങ്കിലും വല്ല പത്രപ്രസ്താവനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നടക്കാറുണ്ട് എന്നല്ലാതെ നേരത്തെ പോലെ അവരെന്തല്ല, വിസിബിൾ അല്ല. അപ്പോൾ അതിന് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് ഇവരെങ്ങനെ ഭയങ്കര വിസിബിളാക്കി അവർ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് അത് ഒരു ശരിയായ രീതിയല്ല. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഒരു പറയുന്നൊരു ലക്ഷ്യം എന്താ വെച്ചാൽ ഭൂരിപക്ഷ പ്രീണനമാണ്. അതായത് ഈ ഒരു ഇലക്ഷനിൽ ഇനി ന്യൂനപക്ഷത്തെ അല്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഇവർക്കെതിരെയാണ് ഞങ്ങൾ എന്നുള്ള ഒരു സന്ദേശം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഏതൊരാൾക്കും എന്ത് ചെയ്യുമ്പോൾ ടാർഗറ്റ് മനസ്സിലാവും. അപ്പോൾ പറയുന്നതിൽ വേറൊരു ആത്മാർത്ഥതയില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയെ ഒരു 3 പതിറ്റാണ്ട് കാലം അവരുടെ ഒരു സഖ്യകക്ഷിയെപ്പോലെ ഇവർ പരിഗണിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള സംഭാഷണങ്ങൾ അവരുമായിട്ട് നടത്തിയതിൻ്റെ എല്ലാ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിടുന്നുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇവർ നോക്കാറേ ഇല്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ ആരോപണം അങ്ങനെ പറയാം. അപ്പം അവരൊരു കാലത്ത് കൊണ്ട് നടന്ന ആളുകളാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്നതിൽ എന്തില്ല, അതാണ് നമ്മുടെ ആത്മാർത്ഥത ഇല്ല എന്നുള്ള കാരണം. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ബാലൻസിങ് നിലപാടാണ് വർഗീയതയോട് ഈ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. അവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന നിലപാടുകളാണ് ഇതൊക്കെ. ഈ ബാലൻസിങ് നിലപാടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ തീവ്രവാദത്തിനും എതിരെയുള്ള നിലപാടാണ് ഞങ്ങളുടേത്. രണ്ടിനെയും ഒരുപോലെ ഞങ്ങൾ വിമർശിക്കും. ഈ ഒരുപോലെ വിമർശിക്കും എന്നുള്ളതൊരു പാർട്ടിൻ്റെ നിലപാടാകുമ്പോൾ ഈ രണ്ട് സാധനവും ഇവിടെ ഉണ്ടെങ്കിലേ ഇവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതെ, മനസ്സിലായോ? അല്ലാതെ വർഗീയത ഇവിടെ ഇല്ലാതെയാകണം, അതിൻ്റെ വേര് തന്നെ കൊത്തിയെറുക്കണം എന്നുള്ള നിലപാടല്ല. ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ട്, അപ്പോൾ ന്യൂനപക്ഷ തീവ്രവാദമുണ്ട്. ഇവരെ രണ്ട് കൂട്ടരോടൊപ്പം ഞങ്ങളില്ല. പിന്നെ ആരോടൊപ്പമാണ്? ഇവിടെ പറയേണ്ട പോയിന്റ് എന്താ, ഞങ്ങൾ വർഗീയതക്കെതിരാണ്. അത് എവിടുന്ന് വരുന്നാണെങ്കിലും അല്ല, ഈ രണ്ടെണ്ണത്തിൻ്റെ ഒപ്പമല്ല എന്നല്ല പറയുന്നത്. അതാണ് ക്രിസ്റ്റൽ ക്ലിയർ നിലപാട്, ആണ് കൃത്യമായി നിലപാട് ശരിക്കും വേണ്ടത്. അപ്പോൾ ആ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ത് ഇത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പത്രപരസ്യ വിവാദമായല്ലോ, ഈ ഇലക്ഷനിൽ പത്രപരസ്യ വിവാദമായി. ആ പത്രപരസ്യം കൊടുത്ത പത്രങ്ങൾ മുസ്ലിം പത്രങ്ങളാണ്. അതിലാണ് മറ്റുള്ള ആ രീതിയിൽ കൊടുക്കില്ല. അവരുടെ പാർട്ടി പത്രത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, അത്ര പ്രാധാന്യത്തോട് കൊടുക്കില്ല. മുസ്ലിം പത്രങ്ങളിലും ആ മുസ്ലിം വായനക്കാരിലുമാണ്. അതെന്താ വിഷയം? കക്ഷി നോക്കി, മതം നോക്കി അവർക്ക് പറ്റുന്ന സാമ്പിളുകൾ, ക്യാപ്സൂളുകൾ അവർക്ക് കൊടുക്കുക. ഇവർക്ക് പറ്റുന്നത് ഇവർക്ക് കൊടുക്കുക, ഭൂരിപക്ഷത്തിന് പറ്റുന്നത് അവർക്ക് കൊടുക്കുക, ന്യൂനപക്ഷത്തിന് പറ്റുന്നത് അവർക്ക് കൊടുക്കുക. അങ്ങനെ ആളുകളെ ഭൂരിപക്ഷമാക്കി ന്യൂനപക്ഷമായി നിലനിർത്തിക്കൊണ്ട് അവരവരുടെ രാഷ്ട്രീയം കൊണ്ടുപോവുക എന്നുള്ള ആ നയമുണ്ടല്ലോ, ആ ബാലൻസിങ് പൊളിറ്റിക്സ്. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വളരെ നേരത്തെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില തീവ്രമായ സമീപനങ്ങൾ നമ്മൾ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് പലതും കണ്ടിരുന്നു. ഇപ്പോൾ SDP പോലുള്ള സംഗതി അവരെ നിരോധിച്ച ഒരു സാഹചര്യം. മറ്റൊന്നെന്താ വെച്ചാൽ, കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് അവിവേകമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഏതുവരെ ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന സമയത്ത് പോലും ഇവിടെ ഒരു പ്രശ്നമോ കുഴപ്പമുണ്ടായിട്ടില്ല. ഇത്രമേൽ അനീതിയുള്ള ഒരു സംഗതി വന്നിട്ടും അതിന് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഈ പക്ഷം ഇപ്പോൾ സൈലൻ്റാണ്. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ലപ്പോൾ.
ഇപ്പോഴും അതിനുള്ള ഉദാഹരണം പറയാം, പണ്ടൊരു കൈവെട്ടി എന്നുള്ള കേസാണ് പറയാം. അതെ. അല്ലാതെ അതും തന്നെ അത് എല്ലാ മുസ്ലിം മുഖ്യധാര കക്ഷികളും അതിനെ എതിർത്തതും അത് വേറെ വിഷയം. എന്നാലും അത് എടുത്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പറയും. ഇപ്പം ഉള്ളത് എന്താണ്, ഇപ്പം തികച്ചും ഏകപക്ഷീയമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അതായത് BJP എന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കയറി ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വർഗീയത എന്ത് ചെയ്യണം, ഹോൾസെയിലായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടിയുടെ സംവിധാനം, അതുപോലെ തന്നെ അവരുടെ കോർ ടീമിൻ്റെ സംവിധാനം, അത് അധികാരം കൂടി അവർക്ക് കിട്ടുന്നു. അങ്ങനെ സർവായുധ വിഭൂഷരായിക്കൊണ്ട് ഈ വിഷയത്തിൽ വർഗീയമായി ആടിത്തിമർക്കുമ്പോൾ, നിയമനിർമ്മാണം നടത്തുമ്പോൾ, അത് ജുഡീഷ്യറിയെ ബാധിക്കുമ്പോൾ, സർവായുധങ്ങളും എടുത്ത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമീപനം ഉണ്ടല്ലോ, അത് ഇനി പറയണില്ല എന്തില്ല അർത്ഥമല്ല. അത് വെച്ചുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വിലയിരുത്തലുകൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇവരുടെ വോട്ടാണെന്നുള്ള വിലയിരുത്തലുകൾ ഇവിടെ യഥാർത്ഥത്തിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ചാരിക്കൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോൾ, തങ്ങളെ ചാരിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയെ പോലെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്, തങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിനൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ CPM ഈ ആക്ഷേപിക്കുന്നതിൽ കഴമ്പില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് സംശയമില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലമുള്ള വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടി ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, പൊതുരംഗത്തേക്ക്, മുഖ്യധാരയിലേക്ക് വരാൻ അവർക്ക് കഴിയണമെങ്കിൽ അതിവിടെ സമുദായത്തിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്നെ സ്പേസ് ഉണ്ട് സമുദായത്തിൽ, സമുദായ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഒരു 85% അവർക്ക് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്പേസ് കവർന്നെടുത്തുകൊണ്ട് മാത്രമേ വെൽഫെയർ പാർട്ടിക്ക് അവിടെ കയറിയിരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, മുസ്ലിം ലീഗും ആഭ്യന്തരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് പിണറായി വിജയൻ്റെ അതുപോലെ മുഖ്യമന്ത്രി പിന്നെ പാർട്ടിയുടെയും ഒക്കെ ഒരു ആക്ഷേപം മാത്രമാണ് എന്നത് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ തലം അതിനുണ്ട്, അത് ശരിയാണ്, അത് വസ്തുതാപരമല്ല. പക്ഷെ ആഭ്യന്തരമായി ലീഗ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ സ്പേസിലേക്ക് വെൽഫെയർ പാർട്ടി വരാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രത പിന്നെ ഇതിനോടൊപ്പം ഉണ്ടാവുകയും വേണം.